ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ മുസ്ലിം വിരുദ്ധമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ CPIM എന്ന നിലയിലേക്കുള്ള ഒരു ആഖ്യാനം, അതിലേക്കാണ് അൻവർ എത്തുന്നത്. അൻവർ പറഞ്ഞു തുടങ്ങിയത് എവിടെയാണ്? ഇപ്പോൾ ശ്രീ ജയരാജൻ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു തുടങ്ങിയത് എവിടെയാണ് എന്നത് നമ്മൾ ഈ കാലത്ത് തിരിഞ്ഞ് ആലോചിക്കുമ്പോഴാണ് ആ മാറ്റം ആ രൂപത്തിൽ വന്നിട്ടുള്ളത്. അതാണിന്ന് CPIM വളരെ ശക്തമായ നിലയിൽ ജനങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുമുള്ളത്. പാലൊളി തന്നെ മലപ്പുറത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ കേരളത്തിലാകെ സർവാദരണീയനായിട്ടുള്ള, കേരളത്തിലെ തന്നെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരാളായിട്ടുള്ള പാലൊളി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അൻവറിന് പിന്നിൽ മതമൗലികവാദ സംഘടനകളാണ്, അത് SDPI ആണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, അതുമായി ബന്ധപ്പെട്ട് ചന്തക്കുന്നിൽ എന്തൊക്കെ തരത്തിലാണ് അവരുടെ ഒരു ഇടപെടൽ, സാധാരണ ഇത്തരം പരിപാടികൾക്ക് പോകാത്ത ഈ കൂട്ടർ ഒക്കെ വളരെ സജീവമായി ഇതുണ്ടായിരുന്നു എന്നൊക്കെ വാർത്താ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുമ്പോൾ സ്വാഭാവികമായും അവർ ആ പ്രദേശത്ത് നിന്ന് അടക്കം സ്വീകരിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായി അതിൻ്റേതായിട്ടുള്ളൊരു ഗൗരവമുണ്ട്. ഈ വെളിപ്പെടുത്തൽ, ഈ ശക്തമായ തുറന്നുകാട്ടൽ അൻവറിന് വലിയ ക്ഷീണം സംഭവിപ്പിക്കുന്നുണ്ടോ? നിശ്ചയമായും സ്ഥലത്തെ ഉണ്ട്. കാരണം ഇപ്പോൾ P. ജയരാജൻ രാഷ്ട്രീയമായി പാർട്ടി നിലപാടിൽ നിന്നുകൊണ്ട്, സർക്കാരിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട്, LDFിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പൊതുസമൂഹം അറിയേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അതിനോട് ചേർത്താണ് ആഡ് ചെയ്യാനുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉള്ളത്. അതായത് ഈ കേരളത്തിലെ സർക്കാരിൻ്റെ പോലീസ് അത് ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റാണ്, സാമൂഹ്യ വിരുദ്ധരുടെ സംഘമായി മാറിയിരിക്കുന്നു മലപ്പുറത്തെ ചില കേസുകളിലെങ്കിലും എന്നാണ് അൻവർ നിരന്തരം പറയാൻ ശ്രമിക്കുന്നത്. അതിനെ ആധാരമാക്കുന്നത് കരിപ്പൂരിലെ സ്വർണ്ണ വേട്ടയുടെ കേസിൻ്റെ പ്രശ്നങ്ങളും. അപ്പോൾ അതാണ് ഞാൻ പൊതുസമൂഹം മനസ്സിലാക്കണം എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. സ്ഥലത്തെ വാസ്തവത്തിൽ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അൻവറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആരോപണങ്ങളും. അതാണ് പ്രാഥമികമായിട്ട് തന്നെ പറയാനുള്ളത്. അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം ഈ പോലീസിൻ്റെ സ്വർണം പിടുത്തം എന്നാണ് തുടങ്ങുന്നത് കേരളത്തിൽ തുടങ്ങുന്നതെന്ന് തന്നെ ആവർത്തിച്ച് ചോദിക്കും. കേരളത്തിൽ പോലീസ് സ്വർണം പിടുത്തത്തിൽ ഇല്ലായിരുന്നു. ആ രംഗത്ത് LDF സർക്കാരുകളുടെ കാലത്തും UDF സർക്കാരുകളുടെ കാലത്തും അങ്ങനത്തെ പരിപാടിയേ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ സജീവമായി പോലീസിൻ്റെ ഒരു ഉത്തരവാദിത്വമായി മാറുന്നത് സ്വപ്ന സുരേഷിൻ്റെ നയതന്ത്ര ബാഗേജ് സ്വർണ്ണപ്പിടുത്തത്തിന് ശേഷം 21 ശേഷമാണ്. 21 ഒടുവിൽ മുതലാണ് കേരള സർക്കാർ സ്വർണം ഈ മറ്റേ വിമാനത്താവളങ്ങളിൽ നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്ന സ്വർണം, കസ്റ്റംസിൻ്റെ പിടിയിൽ പലപ്പോഴും പെടാതെ പോകുന്ന സ്വർണം പിടിക്കുന്നതിന് കർശനമായ നിർദ്ദേശം പോലീസിന് നൽകുന്നതും അതാണ്. 2022 മുതലുള്ള കണക്ക് മുഖ്യമന്ത്രി 20 പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടല്ലോ. ഞാൻ ആ കണക്കിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. 22, 23, 2024 ഇതുവരെയുള്ള കണക്കും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഉള്ളടക്കം ആകത്തുകയിൽ അതാണ്. കേരളത്തിലെ പോലീസ് ആദ്യമായിട്ട് 2021 അവസാനം മുതൽ 2022 മുതലാണ് വിമാനത്താവളങ്ങളിൽ അനധികൃതമായി പുറത്തു പോകുന്ന സ്വർണം പിടിക്കാൻ തുടങ്ങുന്നത്. എങ്ങനെയാണ് പിടിക്കാൻ പറ്റുന്നത്? ഉദാഹരണം കരിപ്പൂർ തന്നെ എടുത്തോളൂ. കരിപ്പൂരിൽ നിരവധി വിമാനങ്ങൾ വന്നു പോകുന്ന ഒരു വിമാന എയർപോർട്ടാണ്. അവിടെ ഉത്സവം പോലാണ് ആൾക്കാർ വന്നു പോകുന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയുമോ ശരത്തെ? നമ്മുടെ വിമാനത്താവളങ്ങൾ ഇന്ത്യയിൽ പൊതുവിലും കേരളത്തിൽ വിശേഷിച്ചും വിമാനത്താവളങ്ങളിൽ പുറത്ത് കടക്കാനായിട്ട് ഉള്ള പരിശോധനയിൽ ബോഡി സ്കാനർ ഇല്ല. ഒരൊറ്റ വിമാനത്താവളത്തിലില്ല ബോഡി സ്കാനർ സാധനം. എല്ലായിടത്തും മെറ്റൽ ഡിറ്റക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മെറ്റൽ ഡിറ്റക്ടർ വഴി പലതും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അത് വിദേശങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായ് പോലുള്ള എയർപോർട്ടുകളിൽ കാര്യമായ സ്വർണ്ണ പരിശോധന തന്നെ ഇല്ല. അപ്പോൾ അവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. എയർപോർട്ടിന് പുറത്ത്, മിഡിൽ ഈസ്റ്റിലെ എല്ലാ എയർപോർട്ടുകളിലും എയർപോർട്ടിന് പുറത്ത് കസ്റ്റംസിനും കേരള പോലീസിനും ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷനാണ് ഓരോ വിമാനവും പോയി കഴിയുമ്പോൾ ഇങ്ങോട്ട് വിവരം കൊടുക്കുന്ന, അവരുടെ വിവരങ്ങളിൽ നിന്നുകൊണ്ട് കേരളത്തിലേക്ക് വിവരം കൊടുക്കുന്നത്. പോലീസിനാണെങ്കിൽ പോലീസിന്, കസ്റ്റംസിനാണെങ്കിൽ കസ്റ്റംസിന്. അങ്ങനെ കരിപ്പൂരിൽ പിടിക്കപ്പെടാതെ, രക്ഷപ്പെട്ട കസ്റ്റംസിൻ്റെ പിടിയിൽ വരാതെ പുറത്തു വരുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് തന്നെ കഴിയും, ഈ ഇൻഫർമേഷന് തന്നെ. അപ്പോഴാണ് പോലീസിൻ്റെ ഇടപെടൽ വരുന്നത്. പോലീസിൻ്റെ ഇൻഫർമേഷന് വിദേശത്തു നിന്ന് കിട്ടുന്ന വിവരം ഇവിടെ വെച്ച് പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ട് അതാണ് ഈ പറയുന്ന അപ്രൈസറുടെ അടുത്ത് കൊണ്ടുപോയി ഉരുക്കി തിരിച്ചു വരുന്നത്.
അതങ്ങനെ തന്നെയാണ് വരുന്നത്. അവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. പോലീസിൻ്റെ പണി എന്താണ്? പോലീസിന് കള്ളസ്വർണം പിടിക്കുക, ഉരുക്കി കീശയിലാക്കുക, ഇതാണ് പണി. അപ്പോൾ ഇന്ത്യയിൽ മറ്റെവിടെയും പോലീസ് ഈ പണി ചെയ്യുന്നില്ല. കേരളത്തിൽ ഈ പണി ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം വളരെ പരസ്യമായി നികൃഷ്ടമായ നിലയിൽ ചിത്രീകരിച്ച കൂട്ടരാണല്ലോ UDFും BJPയും. അപ്പോൾ അതിന് ഗവൺമെൻറ് ഉത്തരവാദിത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി സ്വീകരിച്ചത്. അങ്ങനെയാണ് പോലീസ് ഈ ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നത്. അതെന്തിനാണ് മറച്ചു വെക്കുന്നത്?